അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷാഹീസ് ഫീസ്റ്റ് ആൻഡ് ട്രീറ്റ്സ്. നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചെമ്മീൻ പിക്കിൾ നോക്കാം, പ്രോൺ പിക്കിൾ. ഇതിന് നമുക്ക് വേണ്ടത് 1 കിലോ പ്രോണാണ്. പ്രോൺ നന്നാക്കി കഴിഞ്ഞപ്പോൾ എത്രയേ ഉള്ളൂ കേട്ടോ, 1 കിലോ. ഇതിൽ നമ്മൾ 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പെരുംജീരകം, വെളിച്ചെണ്ണ, ഉപ്പൊക്കെ ഇട്ട് തിരുമ്പി വെച്ചത്, ഒരു വലിയ വെളുത്തുള്ളിയുടെ ബൾബ് കൊത്തിയരിഞ്ഞത്, ഒരു 1.5 ഇഞ്ച് കൊത്തിയരിഞ്ഞത്, ഒരു കൈ നിറയെ ചെറിയുള്ളി കൊത്തിയരിഞ്ഞത്. ചെറിയുള്ളി ഇതിൻ്റെ നല്ലൊരു ടേസ്റ്റ് മേക്കറാണ് കേട്ടോ. പിന്നെ നമ്മുടെ അച്ചാർ പൊടി ഏത് കമ്പനി എടുക്കാം നിങ്ങൾക്ക്, അത് 4 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. മുളക് പൊടി 3 ടേബിൾ സ്പൂണ്. നിങ്ങളുടെ എരിവ് കുറവ് വേണ്ടവരാണെങ്കിൽ മുളക് പൊടി കുറച്ചെടുക്കും, ഒരു 2 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. പിന്നെ കടുക് ഉലുവയും ഒരേ അളവിലെടുത്ത് വറുത്ത് പൊടിച്ചെടുത്തത് 1 ടീസ്പൂൺ. 1/2 ടീസ്പൂൺ നമ്മുടെ കായപ്പൊടി, ഒരു 4-5 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, കറിവേപ്പില ഒരു 3-4 തണ്ട്, പിന്നെ ഒരു 1/2 ഗ്ലാസ് വിനെഗർ, ഒരു 3/4 ഗ്ലാസ് വരെ വെളിച്ചെണ്ണ. ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. ഇനി നമ്മൾ മുളക്, മഞ്ഞൾ, പെരുംജീരകം, കുരുമുളക്, വെളിച്ചെണ്ണ, ഉപ്പ് ഇതൊക്കെ തിരുമ്പിയ നമ്മുടെ ചെമ്മീൻ ചെറിയ തീയിൽ വെളിച്ചെണ്ണയിൽ നമുക്ക് പൊരിച്ചെടുക്കാം. തിരിച്ചും മറിച്ചു വിട്ടിട്ട് അത്യാവശ്യം നന്നായിട്ട് പൊരിഞ്ഞോട്ടെ കേട്ടോ, തീ കൂട്ടി വെക്കണ്ട. അങ്ങനെ ചെമ്മീനൊക്കെ പൊരിഞ്ഞിട്ടുണ്ട്. നമുക്കിനി വേറൊരു ചട്ടിയിൽ വെളിച്ചെണ്ണ വയ്ക്കാം. നമ്മൾ ഈ അച്ചാർ ഉണ്ടാക്കുന്ന വെളിച്ചെണ്ണയിലാണ്. അതിലേക്ക് നമ്മൾ ഓരോന്നായിട്ട് നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി കൊത്തിയരിഞ്ഞത്, വെളുത്തുള്ളി കൊത്തിയരിഞ്ഞത്, ചെറിയ ഉള്ളി, ഇങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളിയൊക്കെ നല്ല കൊത്തി അരിയണം കേട്ടോ. പിന്നെ ഒരു 4-5 പച്ചമുളക് എരിവ് അനുസരിച്ച് നിങ്ങൾ അനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇത് എല്ലാം നമ്മൾ വെളിച്ചെണ്ണയ്ക്ക് ഇട്ടു. ഉപ്പ്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക്, കറിവേപ്പില. ഇനി നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് മൂത്ത് കിട്ടിക്കോളും. അത്യാവശ്യം നന്നായിട്ട് മൂക്കണം. ഇതിലെ വെള്ളം, ജലാംശമൊക്കെ വലിഞ്ഞ് വരണം, എന്നാൽ അച്ചാറൊക്കെ ഇടാതിരിക്കും. നമ്മൾ ചെമ്മീൻ പൊരിച്ച എണ്ണ ഉണ്ടല്ലോ, അത് നല്ലൊരു ടേസ്റ്റ് മേക്കറാണ്. അതിങ്ങനെ മൂത്ത് വരുമ്പോഴത്തേക്ക് ഒഴിച്ചു കൊടുക്കുക, കളയണ്ട. ചെമ്മീൻ പൊരിച്ചെടുത്ത എണ്ണ ഒഴിക്കുമ്പോഴാണ് ശരിക്കും ചെമ്മീൻ്റെ ആ ഫ്ലേവർ വരിക. ആ എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ നന്നായിട്ട് മൂത്തില്ല, ഈ ഒരു കളറ് കിട്ടണം കേട്ടോ. പിന്നെ നമ്മുടെ പൊടികളിടുക. മുളക് പൊടി, പിക്കിൾ പൊടി, കടുക് ഉലുവ വറുത്ത് പൊടിച്ചത്, 1/2 ടീസ്പൂൺ കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇത് ചെറിയ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് 2-3 മിനിറ്റ് വയ്ക്കുക. ഒന്ന് മസാലയൊക്കെ മൂത്ത് മണം വരട്ടെ. തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം ഈ സമയത്ത് നമ്മൾ. ഇനി മസാലയൊക്കെ മൂത്ത് വന്നു. നമുക്കിതിലേക്ക് ഇനി നമ്മുടെ വിനെഗർ ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് കുറച്ചും കൂടി ഇട്ട് കൊടുത്തു. നമ്മൾ വിനെഗർ 1/2 ഗ്ലാസ്സാണ് പറഞ്ഞത്, 1/2 ഗ്ലാസ് വിനെഗർ ഒഴിച്ചു കൊടുത്തു. വിനെഗർ ഒന്നുണ്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ നമ്മുടെ പൊരിച്ച് വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ഫ്ലെയിം ഒരു ലോ ടു മീഡിയത്തിൽ വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് മൂടി വയ്ക്കാം. ഒരു കുറച്ച് സമയം അതൊന്ന് ലോ ഫ്ലെയിമിൽ കിടന്നങ്ങോട്ട് കുറുകട്ടെ. മീനും നമ്മുടെ അച്ചാറിൻ്റെ അരവൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ. ഒരു 4-5 മിനിറ്റ് തീ കുറച്ച് വെക്കുക. പിന്നെ 4-5 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമ്മുടെ അച്ചാർ നന്നായിട്ട് കുറുകി നല്ല അടിപൊളിയായിട്ട് വരും. അപ്പം നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ അച്ചാർ റെഡിയാണ്. ഇത് കുറേ ദിവസം കേടുവരാതിരിക്കും. നമ്മൾ ഉടനെ എടുക്കാൻ തുടങ്ങരുത്, ഒരു 3 ഡേയ്സ് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ എടുക്കാൻ. അപ്പോഴേക്കും ചെമ്മീൻ്റെ ടേസ്റ്റൊക്കെ അതിൻ്റെ അരവക്കും തമ്മിൽ എല്ലാം പിടിച്ച് നല്ല സൂപ്പർ രുചിയായിട്ടുണ്ടാവും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. ചാനലിൻ്റെ ലിങ്ക് കമൻറ്റിലുണ്ട്. താങ്ക് യു.